അത് നിങ്ങളുടെ കയ്യിലെ പൈസയിലല്ല. ഖൽബിൽ തോന്നണം, എൻ്റെ ഭാര്യ, ലോകത്ത് കുറെ സുന്ദരിമാരുണ്ടായിരിക്കാം, എനിക്ക് എൻ്റെ ഭാര്യ ഏറ്റവും വലിയ സുന്ദരിയാണ്, അൽഹംദുലില്ലാഹ്. എനിക്ക് എൻ്റെ മക്കള് എൻ്റെ കണ്ണിലുണ്ണിയാണ്. എൻ്റെ ജോബ്, എനിക്ക് ലുഖ്മത്തു ഐഷ്, എനിക്ക് ജീവിക്കാൻ വക നൽകുന്ന എൻ്റെ ജോബാണ്, അൽഹംദുലില്ലാഹ്. നല്ല ജോബ്, കൂടുതൽ സാലറി ഉള്ളത് കിട്ടിയാൽ ഞാൻ പോകും. പക്ഷെ ഉള്ളത് ഞാൻ തൃപ്തനാണ്, സംതൃപ്തനാണ്. എൻ്റെ വീട്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്. പലരും നാട് വിട്ടുപോയി അമേരിക്കയിലും കാനഡയിലും ഒക്കെ സെറ്റിലാവും. എന്തേ? നമ്മളെ നാടിൽ സ്റ്റാൻഡേർഡ് ഇല്ലേ എന്ന് പറഞ്ഞിട്ട്. സമ്പാദ്യവും പറമ്പും ആയിരക്കണക്കിന് ഏക്കർ റബ്ബർ തോട്ടൊക്കെ ഇവിടെ ഉണ്ടാവും, പക്ഷെ നാട്ടുകാർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളില്ലേ? എന്നെ ജീവിക്കാൻ കൊള്ളൂല, അത് പിന്നെ നമുക്ക് സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് ജീവിക്കാം. എൻ്റെ നാടും എൻ്റെ ഗ്രാമവും എനിക്ക് സ്വർഗമാണ് എന്ന് വിചാരിച്ചാൽ ആ മനുഷ്യനോളം സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ സന്തോഷം അല്ലാഹു നൽകിയതാണ്. പക്ഷെ നമുക്ക് തോന്നുകയാണ് കുറെ കിട്ടിയാലാ സന്തോഷിക്കുക. അല്ല, അതിനാണ് പ്രവാചകർ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു പറഞ്ഞയച്ചത്, മനുഷ്യന് സമാധാനം നൽകാൻ. അതുകൊണ്ട് പറഞ്ഞു, അൽ ഖനാഅതു കൻസുൻ ലാ തഫ്നാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും തീർന്നു പോകാത്ത നിധിയാണ്.